Modified ചെയ്ത ബൾബ് നമുക്കൊന്ന് ആദ്യം കത്തിച്ച് നോക്കാം. ഇങ്ങനെ വെച്ച് കത്തിക്കുക. അടിപൊളി, ഒന്നും പറയാനില്ല, ഭയങ്കര വെട്ടം. AC ബൾബ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലത്തെ വെട്ടം നമുക്ക് കിട്ടുന്നുണ്ട്. മോഡിഫൈഡ് ചെയ്ത സിസ്ക ബൾബ് ഒന്ന് കത്തിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഒന്നും പറയാനില്ല, പെർഫെക്റ്റ്. Hi friends, welcome to C&A Tips. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇത് 230 പ്രവർത്തിക്കുന്ന രണ്ട് LED ബൾബാണ്. ഇതൊരു 15 വാട്ട്സ്, ഇതൊരു 9 വാട്ട്സ്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് മോഡിഫൈ ചെയ്ത് 12 വോൾട്ട് DC ബൾബാക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ചിലവ് കുറഞ്ഞ് വെറും 50 രൂപ ചിലവിലൂടെ വളരെ ബ്രൈറ്റ് ആയിട്ടും നല്ല ക്വാളിറ്റിയിലും നമുക്ക് ഈ ബൾബിനെ മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ C&A ടിപ്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയാലോ. ഫ്രണ്ട്സ്, അങ്ങനെ ഈ ഒരു സിസ്കയുടെ ബൾബും ഫിലിപ്സിൻ്റെ ബൾബും 230 വോൾട്ടിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ നമുക്ക് ഇനി മോഡിഫൈ ചെയ്ത് 12 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ പ്രോസസ്സിലോട്ട് കടന്നാലോ. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഫ്ലെക്സ് നമുക്ക് ഈ ബൾബ് ഹോൾഡറിൻ്റെ സൈഡിലോട്ട് തേച്ചതിന് ശേഷം നമുക്ക് സോൾഡറിംഗ് ആൻഡിൻ്റെ സഹായത്തോടെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം ആ തടി കഷ്ണത്തോട്ട് ജസ്റ്റ് ഒന്ന് തട്ടുക. തട്ടി കഴിയുമ്പം ആ ചൂടായ ലെഡ് ഉരുകി വെളിയിലോട്ട് കറക്റ്റായിട്ട് പോകും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഡീസോൾഡറായി കിട്ടും. അതിനുശേഷം നമുക്ക് ആ സിസ്കയുടെ 15 വാട്ടിൻ്റെ LED ബൾബ് ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു തടി കഷ്ണത്തോട്ട് ജസ്റ്റ് ഒന്ന് തട്ടണം. ഒന്ന് ഹിറ്റ് ചെയ്താൽ മാത്രമേ ആ ഉരുകിയ ലെഡ് തെറിച്ച് കറക്റ്റായിട്ട് പോകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഡീസോൾഡറിങ് കിട്ടത്തുള്ളൂ. ഇത് വളരെ സിമ്പിൾ ഒരു മെത്തേഡാണ്. പമ്പ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കവർ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. ആ ഡിഫ്യൂസർ കവർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ വളരെ സേഫായിട്ട് പൊട്ടിക്കാത്ത രീതിയിൽ റിമൂവ് ചെയ്യാം. നൈസായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ബാക്ക് സൈഡിലത്തെ ആ ഒരു ഹോൾഡർ നമുക്ക് വയർ പൊട്ടാത്ത രീതിയിലൊന്ന് ഊരിയെടുക്കാം. പൊട്ടി കുഴപ്പമില്ല, എന്തായാലും നമുക്കത് പൊട്ടിക്കാനുള്ളതാണ്, നോ ഇഷ്യൂ. അപ്പം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ആ കാണുന്ന ഡ്രൈവറാണ് LED ഡ്രൈവർ. അതേപോലെ ഈ കാണുന്ന LED ഒരു അലൂമിനിയം പ്ലേറ്റിലാണ് അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വേറൊരു അലൂമിനിയം ഷീറ്റ് താഴോട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം അതിൽ നിന്ന്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു LED സ്ട്രിപ്പ് ഡ്രൈവറും എല്ലാം കൂടെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ LED ഡ്രൈവർ വിത്ത് നമ്മുടെ LED. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LED ഡ്രൈവർ നമുക്ക് ഡീസോൾഡർ ചെയ്ത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി നമ്മുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇനി ഈ ഡ്രൈവറിൻ്റെ ആവശ്യമില്ല. ഈ ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ കാണുന്ന ആ LED ഒരു സ്റ്റാർ സ്കൂട്ടറിൻ്റെ സഹായത്തോടെ പ്രോപ്പർ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ റിമൂവ് ചെയ്യുമ്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 സ്ക്രൂ മാത്രമേ ഉള്ളൂ. ആ 2 സ്ക്രൂ നൈസായിട്ട് റിമൂവ് ചെയ്ത് ആ സ്ക്രൂ സേഫായിട്ട് വെക്കണം. അതൊരു പ്രത്യേക സ്ക്രൂ ആണ്, നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ അത് റിമൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹീറ്റ്സും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് നമുക്കൊരു തുണിയൊക്കെ യൂസ് ചെയ്ത് അങ്ങ് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഉണ്ടോ? അപ്പോൾ ഈ കാണുന്ന സംഭവം അതിൽ മെഷായിട്ടിരിക്കുമ്പോൾ കറക്റ്റ് കൂളിംഗ് ഒക്കെ നടക്കും. ഫ്രണ്ട്സ്, അങ്ങനെ അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫിലിപ്സിൻ്റെ 9 വാട്ട് ബൾബ് നമുക്ക് ഈ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യാം. നമുക്കപ്പം ഫസ്റ്റ് ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് അഥവാ അഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് 2 തട്ടൊക്കെ തട്ടണം. അതിനുശേഷം ആ ഗമ്മൊക്കെ ഒന്ന് മാറ്റണം. ഞാനിപ്പോൾ ഓൾറെഡി ഇത് അഴിച്ചാണ്, അതിൻ്റെ പശയൊക്കെ കളഞ്ഞാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നല്ലതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സൈഡിലത്തെ പശയൊക്കെ ക്ലീൻ ചെയ്ത് ഇത് നൈസായിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഡ്രൈവറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കപ്പം അടുത്ത ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ SMDയുടെ സൈഡിലായിട്ട് 2 അലൂമിനിയത്തിൻ്റെ ലോക്കുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ആകാൻ ഇച്ചിരി പാടുണ്ട്. കാര്യം ഇത് ഹീറ്റ്സിങ് കോമ്പൗണ്ട് പ്ലസ് ഗമ്മാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഇച്ചിരി റിസ്ക് എടുത്താൽ ഇത് നൈസായിട്ട് അഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ചളങ്ങിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല ഫ്രണ്ട്സ്. അങ്ങനെ ഈ ഹീറ്റ്സിങ്ങിൻ്റെ കുറച്ച് ചളുക്കമൊക്കെ നമുക്ക് ഹാമർ യൂസ് ചെയ്തുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് സെറ്റാക്കാം. അതിനുശേഷം നമുക്ക് SMD ചിപ്പ് ഇതിനകത്ത് മൗണ്ട് ചെയ്യാം. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ 10 വാട്ടിൻ്റെ LED ബൾബ് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കുറച്ച് LED ബൾബ്സ് അവൈലബിൾ ആണ്. ഇതിനകത്ത് 10 വാട്ടിൻ്റെ 20 വാട്ടിൻ്റെ ആയിട്ടുള്ള കുറേ SMD ചിപ്സ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കിന് വേണ്ടി നമുക്കൊരു 20 വാട്ടിൻ്റെതും അതേപോലെ 10 വാട്ടിൻ്റെ ആയിട്ടുള്ള LED നമുക്ക് ഈ പ്രോജക്റ്റിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ LED ലൈറ്റൊക്കെ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബൈ ചെയ്താൽ മതി.
ഇതെന്ന് പറയുമ്പോൾ ഒരു കോംബോ ഓഫർ കിട്ടുന്ന ബൾബുകളാണ്. ചിലപ്പം 4 എണ്ണം 200 രൂപയ്ക്കൊക്കെ കിട്ടും, ചിലത് ആ റേഞ്ചാണ്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ 10 വാട്ടിൻ്റെ LED ബൾബ് ഫസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 ഹോളിൻ്റെ ആവശ്യമുണ്ട്. ഹോളിന് വേണ്ടി ഞാൻ ഡ്രില്ലിംഗ് ബിറ്റ് മെഷീൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ രീതിയിൽ 2 ഹോള് ചെറിയ ബിറ്റ് വെച്ചിടണം. കാരണം ഹോൾ ഇടുമ്പോൾ ഒത്തിരി വലിയ ഇതിടരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഇടുന്ന ഹോളെന്ന് പറയുന്നത് നമ്മുടെ SMD ചിപ്പിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും വയർ സോൾഡർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹോളാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം ഒരു വയർ കയറത്തക്ക രീതിയിലുള്ള ഡ്രിൽ ബിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ സൈഡ് എഡ്ജൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ കേബിൾസ് ഇടുന്നത് കട്ടായിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, കോർണറിൽ മാറ്റി 2 പോയിന്റ് മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ കറക്റ്റായിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ്റെ സഹായത്തോടെ ചെറിയ 2 ഹോൾസ് ഇടാം ഫ്രണ്ട്സ്. അതിനുശേഷം നമുക്ക് ഇച്ചിരി ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നമ്മുടെ ഈ സർഫസ് മൗണ്ട് LED-ക്കും LED ചിപ്പിനും അതേപോലെ നമ്മുടെ പഴയ LED ബൾബിൻ്റെ ഹീറ്റ് സിങ്ക് പ്ലേറ്റിലും നമുക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഡ്രില്ല് ചെയ്ത ആ ഹോള് കറക്റ്റ് മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ SMD ചിപ്പ് ടൈറ്റ് കറക്റ്റായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം അഴിച്ച സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മെഷായിട്ട് വരുന്നോളും, ഒന്നും നോക്കാനില്ല. പിന്നെ നമുക്ക് LED-യുടെ 2 പോയിൻ്റ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതിൻ്റെ കറക്റ്റ് പോയിന്റ് സ്ട്രേറ്റ് ആയിട്ട് ഞാൻ 2 ഹോൾസ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് നൈസായിട്ട് സോൾഡർ ചെയ്യാം. സോൾഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ബാക്ക് സൈഡിലത്തെ ഹോളിൽ കൂടെ പോസിറ്റീവ് ടെർമിനലിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്യുന്ന ശേഷം പതുക്കെ നമുക്ക് ബാലൻസ് ഉള്ള കേബിൾസ് ബാക്കിലോട്ട് അത് വലിച്ച് കറക്റ്റായിട്ട് സെറ്റാണ്. അപ്പം നിങ്ങൾ ബോഡിയിലൊന്നും വേറെ ഷോർട്ട് ആകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ കേബിൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂട്ടി കട്ട് ചെയ്യണം. കാരണം ഇനി ഫ്യൂച്ചർ മെയിൻ്റനൻസ് വല്ലതും വരുമ്പം നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പം ഇച്ചിരി വയർ കൂടുതലിട്ടാണ് കട്ട് ചെയ്യുന്നത്. അടുത്ത നെഗറ്റീവ് ടെർമിനലിൽ സോൾഡർ ചെയ്ത് വെക്കാം ഫ്രണ്ട്സ്. അപ്പോൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ബാക്ക് സൈഡത്തെ ഹോളിൽ കൂടെ നമുക്ക് LED-യുടെ പോസിറ്റീവ് ടെർമിനൽ ആ ഭാഗത്തോട്ട് നമുക്ക് സോൾഡർ ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് ഈ 2 കേബിൾസ് അകത്തോട്ട് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ആ ഹോളിൽ കൂടെ ഔട്ടിലോട്ട് വരുന്ന ആ കമ്പി നമുക്ക് സൈഡിലോട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം അടിപൊളിയായിട്ട് സോൾഡർ ചെയ്യാം. ഇത് സോൾഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇച്ചിരി കട്ടിക്ക് സോൾഡർ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ബൾബ് ഹോൾഡറിൽ കറക്റ്റായിട്ട് മുട്ടിയിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ലൂസ് കോണ്ടാക്റ്റ് പോലെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ലെഡ് കൂടുതലിട്ട് എത്രയും മുഴപ്പിക്കാവോ അത്രയും മുഴപ്പിച്ച് വെച്ചോ നോക്കി. ഇനി നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ലോക്കാകത്തക്ക രീതിയിൽ ഇത് ടൈറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഹീറ്റ് സിങ് കറക്റ്റ് പ്രോപ്പറായിട്ട് കൂളിങ് കിട്ടത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ 10 വാട്ടാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ 20 വാട്ട് നമുക്ക് നേരെ ഈ ഒരു പുതിയ അടുത്ത ബൾബിലോട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് 2 ഫിക്സ് ചെയ്യുന്നത് 2 രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ 2 ബൾബിൻ്റെ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണ്ടി ഡെമോൺസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ 2 ഹോൾസാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അങ്ങനെ ഈ ഒരു LED ബൾബ് നമ്മളിപ്പം മോഡിഫൈ ചെയ്ത ഈ ഒരു LED ബൾബ് എന്ന് പറയുന്നത് 10 വാട്ട്സിൻ്റെ ബൾബാണ്. ഓക്കെ, ഇതിന് 4 എണ്ണത്തിന് 100 രൂപ 150 രൂപ ആ റേഞ്ചാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഈ വലിയ LED ബൾബിൻ്റെ ഞാനിപ്പം ഇതിൻ്റെ ഈ പ്ലേറ്റിൽ അലൂമിനിയം പ്ലേറ്റിൽ ഞാൻ കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഡയമീറ്റർ ഈ നമ്മുടെ ഈ SMD ചിപ്പിനെക്കാളും വലുതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹോൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്തോന്ന് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. പിന്നെ അതേപോലെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഈ ഇരിക്കുന്ന മൗണ്ടിങ് ഹോൾസ് 4 എണ്ണം നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ നോച്ച് കട്ടിങ് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ LED ബൾബിനകത്ത് 2 ഹോൾസ് ഉണ്ടോ, ഈ ഹോൾസ് ഇവിടെ വരത്തക്ക രീതിയിൽ ഞാൻ 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കേബിൾ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഹോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവിനും വേണ്ടിയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ നേരെ ഇത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൗണ്ടിങ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾസ് ഇല്ല. കാരണം ഇവിടെ ഉള്ളു. ഓക്കെ, സോറി, ഇവിടെ ഉള്ളു നമുക്ക് സ്ക്രൂ ഹോൾ ചെയ്യാനുള്ള ഇവിടെ നമുക്ക് ഹോൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല. അതിനായിട്ട് ഞാൻ ഇവിടെ
ഉള്ളിൽ ഇവിടെ രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു കേബിൾ ടൈയുടെ സഹായത്തോടെ ഇത് ടൈറ്റ് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഇതിൻ്റെ ഔട്ടർ ഡായ നമുക്ക് കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കട്ട് ചെയ്യേണ്ട ഔട്ടർ ഡായ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു സൈഡ് കട്ടറിൻ്റെ സഹായത്തോടെ നൈസായിട്ട് കട്ട് ചെയ്ത് കളയാം. സൈഡ് കട്ടർ ആകുമ്പം നല്ല പെർഫെക്റ്റായിട്ട് കട്ടാകും. ഇത് കട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ കവർ നല്ലതായിട്ട് അടയത്തുള്ളൂ. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ യൂസ് ചെയ്തുകൊണ്ട്, കാരണം ഈ അലൂമിനിയം ആയിട്ട് വലിയ രീതിയിൽ ഷാർപ്പിച്ചൊന്നും വരത്തില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ സംഭവം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അസംബ്ലിങ്ങിലോട്ട് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നൈസായിട്ട് ഇവിടെ തേക്കാം ഫ്രണ്ട്സ്. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇതങ്ങോട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടി 2 പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഒരു കേബിൾ ടൈ ഞാൻ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കേബിൾ ടൈ നൈസായിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം ചെറുതായിട്ട്, ഫുൾ ടൈറ്റ് ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് 2 സ്ക്രൂ സെറ്റാക്കാനുണ്ട്. സ്ക്രൂ സെറ്റാക്കാൻ വേണ്ടി ഞാനിവിടെ സ്ക്രൂ നമുക്ക് നൈസായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം സ്ക്രൂ സെറ്റ് ചെയ്യാൻ നേരം ഫുൾ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കേബിൾ ടൈ സെറ്റാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നമുക്ക് ഹാഫ് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഫ്രണ്ട്സ്, അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ക്രൂവിനെ പോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ഒന്നും പേടിക്കാനില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കേബിൾ ടൈ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്തു, ഒന്നും പേടിക്കാനില്ല. അതേപോലെ ഇവിടെ പെർഫെക്റ്റായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി സോൾഡറിങ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റഡ് ആണ്. ഇത് കറക്റ്റ് സെൻട്രലായിട്ടാണ് ഈ ബൾബ് നിൽക്കുന്നത്. കൂളിംഗ് നല്ല പെർഫെക്റ്റായിട്ട് നടന്നോളൂ, ഒന്നും പേടിക്കാനില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് നേരെ കേബിൾ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സോൾഡർ ചെയ്യാം. ഈ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഈ വയർ കണക്ട് ചെയ്ത് നൈസായിട്ട് തന്നെ സോൾഡർ ചെയ്യാം. LED ബൾബിൻ്റെ ഇവിടെ ഞാൻ ഒരു കേബിൾ ടൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ കേബിൾ ടൈ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്ക്രൂ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഹീറ്റ് സിങ്കുമായിട്ട് ഇത് കറക്റ്റായിട്ട് മെഷായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിൽ കൂടെ ഇപ്പുറത്ത് നെഗറ്റീവ് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ പോസിറ്റീവ് ലൈൻ ഇവിടുന്ന് സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഹോൾഡറിനകത്തോട്ട് കയറ്റാം. ഞാൻ ഈ കേബിൾസ് 2 വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന് ഞാൻ കട്ടി കുറഞ്ഞ ഗേജുള്ള കേബിൾസാണ് ഇട്ടേക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ലോഡ്സ് വന്നാൽ ഈ വയറിലൂടെ തന്നെയുള്ള റെസിസ്റ്റൻസ് വെച്ച് ഈ ലൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. അതുകൊണ്ട് ലൈറ്റ് എപ്പോഴും ഡാമേജ് ആകാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മെഷായിട്ടുണ്ട്, ഒന്നും നോക്കാനില്ല. ഇതിൻ്റെ കവർ നമുക്ക് നൈസായിട്ട് അടയ്ക്കാം. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്സ് ഇതിൻ്റെ കവർ ഞാൻ അടച്ചു. ഇനി നമുക്ക് ഈ ഒരു ഭാഗമുണ്ട് സോൾഡർ ചെയ്യാൻ ബാലൻസ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ഹോൾഡർ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഹോൾസിനകത്തൂടെ ഇത് ഇറക്കി വിടാം ഫ്രണ്ട്സ്. അപ്പോൾ നൈസായിട്ട് ഇതങ്ങോട്ട് സോൾഡർ ചെയ്യാം. ഇതിൻ്റെ എഡ്ജ് അങ്ങോട്ട് സോൾഡർ ചെയ്തിട്ട് ഇത് പോകുന്നൊക്കെ പേടിക്കണ്ട, കട്ടിക്കങ്ങ് ചെയ്തു, ഒന്നും നോക്കാനില്ല ഫ്രണ്ട്സ്. അങ്ങനെ ഈ ഹോൾഡർ നമ്മൾ നൈസായിട്ട് ഇവിടെ സോൾഡറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് കയറ്റിയും ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഇങ്ങനെ വെച്ച് അടിച്ചേക്കണം. അപ്പോൾ അത് ലോക്ക് ആക്കിക്കോട്ടെ. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത SMD ചിപ്പ് എന്ന് പറഞ്ഞത് 20 വാട്ട്സ് ആണ് ഈ ബൾബിന് വേണ്ടി യൂസ് ചെയ്തത്. അതേപോലെ നമ്മൾ ഇപ്പം ആദ്യം ചെയ്ത ഈ ഒരു ബൾബ് 10 വാട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം ഇതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഹോൾഡർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് AC ബൾബിനുള്ള ഹോൾഡറാണ്. കാരണം ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പോയിന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തിരിച്ചു മറിച്ചിട്ടാൽ ഇതിൻ്റെ പൊളാരിറ്റിക്കൊക്കെ മാറ്റം വരും. അപ്പോൾ ഇത് AC കണക്ഷൻ, അതായത് AC ലൈൻ യൂസ് ചെയ്യുന്ന ബൾബ് ഹോൾഡറാണ് ഇത്. ഇനി അടുത്ത ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന ഒരു ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേക ഒരു കമ്പനി, ഇത് ചൈന കമ്പനിയാണ്. ഇത് DC 12 വോൾട്ട് 15 വാട്ട്സ്, അതായത് 6500K ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിൻ്റെ ഇതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ LED ബൾബാണ്. ഓക്കെ, ഇത് നല്ല ഹൈ ക്വാളിറ്റി ബൾബാണ്. ഇതിൻ്റെ ഈ ഒരു ഹോൾഡർ എന്ന് വെച്ചാൽ പിരി ടൈപ്പ് ഹോൾഡറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൺഫേം ഇത് നമുക്ക് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം, ഇത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇതുമാണ് ഞാൻ ജസ്റ്റ് അടിച്ച് കാണിക്കാം. ഇതിനകത്തും SMD ലൈറ്റ്സ് ആണ്. അതേപോലെ ഇതിനകത്ത് 3 LED ബൾബ് ഇൻ ബിറ്റ്വീൻ ഓരോരോ റെസിസ്റ്റർ ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് 5 റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത സർക്യൂട്ടിൽ 3 LED ആണ്. അങ്ങനെ 15 LED ബൾബാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതേപോലുള്ള ഘട്ടം തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും.
കാരണം ഈ SMD ചിപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോരോ LEDs ഇതിനകത്ത് കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് നേരെ ഇതങ്ങ് അടയ്ക്കാം. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കാം. ടെസ്റ്റിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു ബക്ക് ബൂസ്റ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബക്ക് ബൂസ്റ്ററിനകത്ത് നമുക്ക് വോൾട്ടേജ് ഒന്ന് സെറ്റ് ചെയ്യാം. മൾട്ടിമീറ്ററിൽ നമുക്ക് 12 വോൾട്ട് സെറ്റ് ചെയ്യണം. 12 വോൾട്ടിന് വേണ്ടി ഇപ്പോൾ നമുക്ക് ഏകദേശം 15 വോൾട്ടാണ് ഇതിനകത്തുള്ളത്. നമുക്ക് 12 വോൾട്ട് സെറ്റ് ചെയ്യാം. 12.5 വോൾട്ടേജ് നമുക്ക് സെറ്റ് ചെയ്യാം. കാര്യം ഇത് സോളാറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡേ ടൈമിൽ നമുക്ക് ഒരു 15 to 14 വോൾട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 12.5 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ കയ്യിൽ ഒരു ബൾബ് ഹോൾഡർ ഉണ്ട്. ഈ ബൾബ് ഹോൾഡറിലോട്ട് നമുക്ക് 12 വോൾട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് തൽക്കാലം ആവശ്യമില്ല മാറ്റാം. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 12 വോൾട്ട് കണക്ഷൻ കൊടുക്കാം. നമ്മുടെ 12 വോൾട്ടിൻ്റെ ബൾബ് നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് LED നമ്മുടെ പഴയ ഫിലിപ്സ് മോഡിഫൈ ചെയ്ത ഫിലിപ്സ് നമുക്കൊന്ന് കത്തിക്കാം 12 വോൾട്ടിൽ. ഫ്രണ്ട്സ്, ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് വെട്ടം, ഒരു രക്ഷയില്ല. വേണമെങ്കിൽ ഈ ടോപ്പ് സൈഡിൽ ഞാൻ ഒരു ടോപ്പ് വ്യൂ കാണിച്ചു തരാം. കണ്ടോ, വെട്ടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സൂപ്പർ വെട്ടം. അപ്പോൾ ഫ്രണ്ട്, നമ്മുടെ മോഡിഫൈഡ് സിസ്ക LED ബൾബ് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഇങ്ങനെ ഇടുമ്പോൾ കത്തത്തില്ല, കാര്യം അതിൻ്റെ പൊളാരിറ്റി റോങ് ആണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങനെ ഇട്ടാലും മതി. അയ്യോ, ഒന്നും പറയാനില്ല ഫ്രണ്ട്, പക്കാ വെട്ടം, ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. അങ്ങനെ ഈ ഒരു ബൾബിൻ്റെ കറണ്ട് എത്രമാത്രം കൺസ്യൂം ആകുമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ക്ലാങ്കോമീറ്ററിനകത്ത് നമുക്ക് ഒന്ന് കറണ്ട് ഒന്ന് മെഷർ ചെയ്യാം ഫ്രണ്ട്സ്. നമുക്ക് ഏകദേശം 300 മില്ലിയാമ്പിയറിന് അടുത്തേ വരുന്നുള്ളൂ. ഏകദേശം 350 മില്ലിയാമ്പിയർ 360 മില്ലിയാമ്പിയർ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഇത് 100% സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 LED ട്യൂബ് ലൈറ്റിനെ എങ്ങനെ 12 വോൾട്ടിൽ കത്തിക്കുക എന്നുള്ള വീഡിയോ ആണ് അടുത്ത് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു മോഡിഫിക്കേഷൻ 3 മെത്തേഡിലാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ